അങ്ങനെ മനുഷ്യരൂപത്തിൽ ശക്തിക്ക് രൂപം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ അവര് തീരുമാനിച്ചു, പുരുഷ രൂപം വേണോ സ്ത്രീ രൂപം വേണോ? അപ്പോൾ ആചാര്യന്മാര് തീരുമാനിച്ചു, ശക്തിക്കൊരു രൂപം കൊടുക്കണം, അത് സ്ത്രീ രൂപം ആയിരിക്കണം. എന്തുകൊണ്ടാണ്? എന്തിനാണ് മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോയി കഴിയുമ്പോൾ പകുതി പോയിട്ട് തിരിച്ചു വരുന്നത്? മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളാണ് 12 ജ്യോതിർലിംഗങ്ങൾ. ആ 12 ജ്യോതിർലിംഗങ്ങൾ ഏതൊക്കെയാണ്? ക്ഷേത്രസന്നിധിയുടെ പ്രത്യേകത എന്താ? ക്ഷേത്രത്തിൽ വരേണ്ടതിന്റെ ആവശ്യം എന്താ? ഞാൻ പല പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും പ്രധാനമായിട്ട് ഇന്ന് അത് ഒന്ന് പരാമർശിക്കാമെന്ന് വിചാരിച്ചു. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് അടുത്ത കാലത്തൊന്നും വന്ന ഒരു സങ്കല്പമല്ല. നമ്മള് ഭാഗവതം നോക്കിയാല് രുക്മിണി ദേവിയെ ശ്രീകൃഷ്ണൻ എവിടെ നിന്നാണ് തട്ടിക്കൊണ്ടുപോകുന്നത്? അല്ലേ? ക്ഷേത്രത്തിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോവുക. അപ്പൊ അന്നേണ്ട് വിഗ്രഹ പ്രതിഷ്ഠയോ ത്രേതായുഗത്തില് സീതാദേവി ഉണ്ടാക്കിയില്ലേ മഹാദേവനെ, അല്ലെ? മണല് പിടിച്ച്. അപ്പോൾ അന്നേ വിഗ്രഹ പ്രതിഷ്ഠയും ക്ഷേത്രങ്ങളും ഇതെല്ലാം ഉണ്ട്. അവിടെയും ഗംഗാദേവിയെ, നദികളെ പൂജിക്കുന്നൊക്കെ രാമായണത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ എന്താണ് ഈ ക്ഷേത്രത്തിന്റെ ആരാധനയുടെ തത്വം? അപ്പൊ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ശില എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ ഒരു കല്ല് കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള തിയറി മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഏത് കാര്യവും നമുക്ക് പിന്നെ എളുപ്പം പിടികിട്ടും. ഇവിടെ ഒരു കല്ല് കിടക്കുന്നേ, അവിടെ ഒരു കല്ല് കിടപ്പുണ്ട്. ആ കല്ല് ഒരു പ്രത്യേക ആകൃതിയിലല്ലേ കിടക്കുന്നത്. ഈ കല്ല് ഏറ്റവും കുറഞ്ഞത് 2 അതിൽ കൂടുതലോ വസ്തുക്കൾ കൊണ്ടാണ്, ഘടകങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഏത് വസ്തുവാണ്, നമ്മളിപ്പോൾ ആറ്റം എന്നൊക്കെ പറയും, ഇപ്പൊ അതിലും ചെറുതൊക്കെ വന്നു, എങ്കിലും ഏത് വസ്തു എടുത്താലും 2 അതിൽ കൂടുതലോ ഘടകങ്ങൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ജലത്തിന്റെ പറയും, ഇങ്ങനെയാണ്, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് ജലം. പക്ഷെ ഈ കല്ല് ഈ ആകൃതിയിൽ ഇരിക്കുന്നതിന് കാരണം എന്താണ്? ഈ 4 ഘടകങ്ങൾ ചേർത്തിട്ടാണ് അവ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ ഈ 4 ഘടകങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ 4 ഘടകങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് കല്ല് ഈ ആകൃതിയിൽ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ആകൃതിയിൽ ഇരിക്കില്ല. നമ്മൾ എന്തെങ്കിലും വെച്ച് അടുക്കുകയാണെന്ന് വിചാരിക്കുക, ഇത് പൊട്ടില്ലേ? ഇതിന്റെ ആകൃതി മാറി. അതെന്താണ്? ലേറ്റന്റ് ഫോഴ്സ്. ഇത് തമ്മിലുള്ള ശക്തി പോയി. അപ്പോഴും ഓരോ കല്ലിനും ആ കഷ്ണങ്ങൾക്ക് ഒരു ആകൃതി ഉണ്ട്. അതെന്തുകൊണ്ടാണ്? അവയ്ക്കുള്ളിലുള്ള ഘടകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ഒരു ശക്തിയിൽ നിൽക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ജഡമായിട്ടുള്ള ജീവനില്ലാത്ത കല്ലില് ശക്തി ഉണ്ട് എന്ന് പിടികിട്ടി. ശരിയല്ലേ? കല്ലിന് ജീവനുണ്ടോ? ഇല്ല, കല്ല് ജഡമാണ്. പക്ഷെ ആ കല്ലിലും ശക്തി ഉണ്ട് എന്ന് നമുക്ക് പിടികിട്ടി. ന്യായശാസ്ത്രത്തില് സ്ഥാലി പുലാക ന്യായം എന്ന് പറയുന്ന ഒരു ന്യായമുണ്ട്. ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, അരി വെന്തോ എന്നറിയാൻ എല്ലാ അരിയും എടുത്ത് ഞെക്കി നോക്കേണ്ടതില്ല. 1 2 അരി എടുത്താൽ മതി. അപ്പൊ ഞാൻ ജഡമായിട്ടുള്ള ഒരു വസ്തുവിനെ ഉദാഹരണമായിട്ടെടുത്ത് ഞാൻ അതിനെ ജനറലൈസ് ചെയ്യാണ്. മൈക്കാണെങ്കിലും ക്യാമറയാണെങ്കിലും കസേരയാണെങ്കിലും 2 അതിൽ കൂടുതലോ ഘടകങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നു. അതിന്റെ ആധാരം എന്താണ്? ശക്തി. അത് നമ്മൾ എനർജി എന്ന് പറയും. എന്തെങ്കിലും ആയിക്കോട്ടെ, ശക്തിയാണ് ജഡമായിട്ടുള്ള പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവിന്റെ ആധാരം. ഇനി ജീവനുള്ള വസ്തുവിന്റെ ആധാരം എന്താണ്? ശക്തിയല്ലേ? ശക്തിയില്ലെങ്കിലോ? നമ്മൾ പ്രാണൻ എന്ന് പറയും നമ്മുടെ കാര്യത്തില്. പ്രാണം പോയാൽ തീർന്നു. ഇപ്പൊ ജീവനുള്ളവയ്ക്ക് ശക്തി ഉണ്ടെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ചെടിക്ക് ശക്തിയുണ്ട്, അല്ലെ? അതുകൊണ്ടല്ലേ അവ വളരുക. ഇനി അത് മരത്തില് ഉള്ളത് കൊണ്ടാണ്, വേരുള്ളത് കൊണ്ടാണ് പറഞ്ഞാൽ, സന്ധ്യയ്ക്ക് ഇവിടെ ഒരു ചെമ്പരത്തി മൊട്ട് പറിച്ചു വെക്കുക, ചെടിയിൽ നിന്നും വേർപെടുത്തി വെച്ചിരിക്കുക. അടുത്ത ദിവസം രാവിലെ ഇത് വിടരുവോ ഇല്ലയോ? വിടരും. അത് അന്തരീക്ഷത്തിലെ ചൂടും അന്തരീക്ഷത്തിലെ പ്രകാശം കൊണ്ട് മാത്രമല്ല, അതിനുള്ളിൽ നേരത്തെ തന്നെ ഇൻസ്റ്റോൾ ചെയ്തൊരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് അതിന് വിടരാൻ സാധിക്കുന്നത്. അത് കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മുട്ട നോക്കിയാൽ മതി. മുട്ട പുറത്തു നിന്ന് പൊട്ടിച്ചാൽ ജീവൻ പോകും, മുട്ട അകത്തു നിന്ന് പൊട്ടിയാലോ ജീവൻ വരും. ഈ മുട്ടയ്ക്കുള്ളിൽ ജീവൻ ആര് നേരത്തെ ഇൻസ്റ്റോൾ ചെയ്തു?
അല്ലേ? അപ്പൊ മുട്ട കോഴിയിൽ നിന്ന് വേർപെടുമ്പോൾ അതിനു മുമ്പ് അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഏത് നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം ജീവനുള്ള വസ്തുവിന്റെയും ജീവനില്ലാത്ത വസ്തുവിന്റെയും അടിസ്ഥാനം എന്താണ്? ശക്തിയാണ്. അതായത് ഈ പ്രപഞ്ചത്തിന്റെ ആധാരം ശക്തിയാണ്. അപ്പൊ ഈ ശക്തിയാണ് ആരാധിക്കേണ്ടത് എന്ന് നമ്മൾ ഋഷീശ്വരന്മാർ മനസ്സിലാക്കി. അപ്പൊ ഈ ശക്തി എങ്ങനെ ആരാധിക്കും? ആരെങ്കിലും നമ്മുടെ ശക്തിയെ കണ്ടിട്ടുണ്ടോ നമ്മുടെ ശക്തിയെ? ഇല്ല. 2 നേരം കഴിക്കാതിരുന്നാല് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷെ നമ്മൾ ആരും നമ്മുടെ ശക്തിയെ കണ്ടിട്ടില്ല. ഇലക്ട്രിസിറ്റി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് കാരണം? അതും എന്താണ്? ശക്തിയാണ്. നമ്മളുടെ ബുദ്ധിയെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? അതും സൂക്ഷ്മാണ്, ശക്തിയാണ്. അതുകൊണ്ടാണ് ബുദ്ധിശക്തി എന്ന് പറയുന്നത്. അത് സൂക്ഷ്മാണ്. മനക്കെട്ടി, മനഃശക്തി എന്നൊക്കെ പറയില്ലേ? മനസ്സിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ പറയും, ഓ ഇന്നാകെ മനസ്സിന് വിഷമായിരുന്നു എന്ന് പറയും. അതായത് അതും ശക്തിയാണ്, മനഃശക്തി എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ ശക്തി എന്ന് പറയുന്നത് സൂക്ഷ്മമാണ്. നമുക്ക് കാണാൻ സാധിക്കില്ല, അനുഭവിക്കാൻ സാധിക്കും. ഇലക്ട്രിസിറ്റിയെ കാണാൻ സാധിക്കില്ല. ലൈറ്റ് വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഷോക്ക് ഇടിക്കുമ്പം അറിയാൻ സാധിക്കും, അല്ലേ? അപ്പൊ ശക്തിയാണ് ജഡമായിട്ടുള്ളതും ജീവനുള്ളതുമായിട്ടുള്ള എല്ലാ വസ്തുവിന്റെയും ആധാരം എന്ന് ഋഷീശ്വരന്മാർ മനസ്സിലാക്കി. എങ്ങനെയാണ് ഈ എല്ലാത്തിലും ശക്തി വന്നത്? അത് പറയുമ്പോൾ നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? പറയാൻ സാധിക്കുമോ? അല്ലേ? നമ്മുടെ ആചാര്യന്മാർ പറയുന്ന നാക്കുകൊണ്ട് എച്ചിലാകാത്ത ഒരേ ഒരു സാധനമാണ് ബ്രഹ്മം. എന്നാലും എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചെടുക്കണ്ടേ, കുറച്ചൊന്ന് മനസ്സിലാക്കണ്ടേ? അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം മാത്രം ചിന്തിക്കുക. ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടിയുമില്ല. ഈ അഖിലാടകോടി ബ്രഹ്മാണ്ടത്തില് ഒരു സൃഷ്ടിയും ഇല്ല എങ്കിൽ എന്താണുള്ളത്? നമ്മൾ സ്കൂളിൽ പഠിക്കും, എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. ഊർജം എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടിട്ടുമില്ല, നശിപ്പിക്കപ്പെട്ടിട്ടുമില്ല, അല്ലേ? അപ്പൊ ഊർജം മാത്രം അവശേഷിക്കും. എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ഊർജം, അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ബ്രഹ്മാനുഭവം ഒന്നും ഉണ്ടാകാത്തതുകൊണ്ട് നമുക്കത് അത്ര എളുപ്പമൊന്നുമില്ല. എങ്കിലും ഞാൻ എൻ്റെ തലത്തിൽ നിന്ന് പറയുകയാണ്. അപ്പൊ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ആ ഊർജമാണ് എന്ത്? ബ്രഹ്മം. അതിൽ നിന്നാണ് സൃഷ്ടി ആരംഭിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ എങ്ങനെ സൃഷ്ടി ആരംഭിച്ചപ്പോൾ? നമ്മൾ വിളക്കിൽ നിന്നും ഒരു തിരി കൊളുത്തിയെടുത്താൽ പൂർണ്ണമിതം വേറൊരു തിരിയായി. അപ്പോൾ ആ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം ശക്തിയിൽ നിന്നും സൃഷ്ടി ഉണ്ടായപ്പോൾ നദികളുണ്ടായി, പർവ്വതങ്ങളുണ്ടായി, എല്ലാത്തിലും ആ ശക്തിയുടെ ഭാഗം വന്നു, അല്ലേ? അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിലും ശക്തി ഉണ്ട് എന്ന് പിടികിട്ടിയത്. ഈ ശക്തിയാണ് സനാതനധർമ്മം, ഈശ്വരൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആ ശക്തിയുടെ എല്ലാത്തിലും നിൽക്കുമ്പോൾ നമ്മളത് നമ്മളിൽ നിലനിൽക്കുമ്പോൾ ജീവാത്മാവെന്ന് പറയും. ആ ബ്രഹ്മമായിട്ട് നിൽക്കുമ്പോൾ അതിനെ പരമാത്മാവെന്ന് നമ്മൾ പറയും. ആ ഊർജം, ഈ ശക്തിയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ശക്തിയെ, എല്ലാത്തിലുമുള്ള ശക്തിയെ സനാതനധർമ്മ ഈശ്വരൻ എന്ന് പറയുന്നു. ഒരു സിനിമ പാട്ട് കേട്ടിട്ടില്ലേ? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. കറക്റ്റ് അല്ലേ? ഈ ഒരു കാഴ്ചപ്പാട് സനാതനധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ. ഞാനിവിടെ പറഞ്ഞു, കല്ലില് ശക്തിയുണ്ട്. ആ ശക്തിയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ഈ ശക്തിയാണ് ഓരോ വസ്തുവിനും ആധാരം എന്നുള്ളതാണ് നമ്മൾ കാലുകൊണ്ട് ചവിട്ടരുത് എന്നൊക്കെ പറയുന്നത്. കാരണം എന്താണ്? അതിലും ഒരു ശക്തി ഉണ്ട്. അപ്പൊ അത് ഈശ്വരനാണ്. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കാൻ തോന്നുന്നു? അനാവശ്യമായിട്ട് മരം വെട്ടാൻ തോന്നുന്നു? അല്ലെ? അവിടെ പോയി ബ്ലേഡ് വെച്ച് ചുരണ്ടാൻ തോന്നുന്നു? ഇതൊന്നും നമുക്ക് തോന്നില്ല. ആ ഭൂമിയിൽ ചവിട്ടുമ്പോഴും രാവിലെ നമ്മൾ അനുവാദം മേടിച്ച് നമ്മൾ ഭൂമിയിൽ ചവിട്ടും. ഇതാണ് സനാതന സംസ്കാരം. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് ആ ശക്തിയാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? ഈ ശക്തി ആരാധിക്കണം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ മനുഷ്യന് അഹങ്കാരം വരും. നമുക്ക് അഹങ്കാരം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ വിചാരം ഇന്ന് ഇപ്പൊ ഒരു റോഡിലൂടെ പശു നടന്നു പോവാന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾ പുരി പോലെ
വൃന്ദാവൻ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ഇങ്ങനെ പശുക്കൾ പൊയ്ക്കൊണ്ടിരിക്കുക, എത്ര ഓൺ അടിച്ചാൽ അവരവരുടെ താളത്തിനൊത്തേ മാറുകയുള്ളൂ അല്ലെ. നമുക്ക് ദേഷ്യം വന്നാലോ, ഈ സാധനം എന്തിനാ ഈ റോഡ് കൂടെ ഒക്കെ നടക്കുന്നതെന്ന് ചിന്തിച്ചാലോ. ശരിക്കു പറഞ്ഞാൽ ഇവയ്ക്ക് എല്ലാം കൂടി അവകാശപ്പെട്ടതല്ലേ ഭൂമി. നമുക്ക് കയ്യൂക്കുള്ളത് കൊണ്ട് നമ്മൾ ഇതെല്ലാം അതിർത്തിയൊക്കെ തിരിച്ച് റോഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അല്ലേ. എന്നിട്ട് ഇതെല്ലാം നമ്മുടെയാണെന്ന് തീരുമാനിച്ചു. ഇവയ്ക്ക് വന്ന് ചോദിക്കാനുള്ള കഴിവില്ലല്ലോ, സംസാരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അതുകൊണ്ട് ഹോൺ അടിച്ചോട്ടെ, അത് വേണമെങ്കിൽ പൊക്കോട്ടെ, പക്ഷെ നമ്മളതിന് കോപാകുലരാകുന്ന എന്തിനാ. നമ്മളെ പോലെ തന്നെ തുല്യമായിട്ടുള്ള അവകാശം അവയ്ക്ക് ഉണ്ട്. ഒരിക്കലും അമൃതാനന്ദമയി അമ്മ പറഞ്ഞു, നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, ഒരു സുപ്രഭാതത്തില് ഈ പ്രകൃതിയിലെല്ലാം ഇല്ലാതെയായി, മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഒരു സെക്കൻഡ് പോലും നമുക്ക് ജീവിക്കാൻ പറ്റുമോ? വായു ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ജലം ഇല്ലാതെ പറ്റില്ല അല്ലേ. കുറച്ച് കഴിയുമ്പോൾ ബാക്ടീരിയ ഇല്ലെങ്കിലോ വേസ്റ്റ് എല്ലാം അവിടെ കിടക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ തിരിച്ച് ചിന്തിച്ചാലോ, പ്രകൃതിയിലെല്ലാം ഉണ്ട്, മനുഷ്യൻ മാത്രം ഇല്ല, ഒന്നും സംഭവിക്കില്ല. പ്രകൃതി കുറച്ചുകൂടി മനോഹരിയാവും അല്ലെ. പൊല്യൂഷൻ ഇല്ല, വേറെ ഒരു പ്രശ്നവും ഇല്ല, മരമട്ടില്ല, കള്ളക്കിടത്തില്ല, നദികളിൽ പൊല്യൂഷൻ ഇല്ല, ഒന്നുമില്ല. പ്രകൃതി നല്ലപോലെ ജീവിക്കും. അപ്പൊ എന്താന്ന് വെച്ചാല് നമുക്ക് പലപ്പോഴും അഹങ്കാരം വരും. സൃഷ്ടിയുടെ ക്രമം നോക്കിയാല് ഭഗവാന് പർവ്വതങ്ങള്, നദികള്, ഓടുന്നവ, ചാടുന്നവ, നീന്തുന്നവ, പറക്കുന്നവ, ധാന്യങ്ങള്, മരങ്ങള്, ചെടികള് എല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഏറ്റവും അവസാനം എന്താ, ഇവയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വന്നോടുകൂടി നമ്മുടെ വിചാരം ഇതൊക്കെ വെറുതെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അഹങ്കാരം തലയ്ക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ശക്തിയാണ് ഈ പ്രപഞ്ചത്തിന്റെ ആധാരമെന്ന് മനസ്സിലാക്കി തരാനും ആചാര്യന്മാര് പറഞ്ഞു, നിങ്ങൾ ശക്തി ആരാധിക്കുക. ആരുടെയെങ്കിലും മുന്നിൽ നമ്മുടെ തലയൊന്ന് കുനിയണ്ടേ, ശക്തി ആരാധിക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മളുടെ മനസ്സിന് ഒരു പ്രശ്നമുണ്ട്, രൂപമില്ലാത്തതിനെ ആരാധിക്കാൻ പറ്റില്ല. ചില മതക്കാർക്ക് ഈശ്വരന് രൂപമില്ല. രൂപമില്ലാത്തതിനെ എങ്ങനെ ആരാധിക്കുക? ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ? വളരെയധികം ബുദ്ധിമുട്ടാണ്. രൂപം ഉണ്ടായിട്ടാണ് നടയിൽ നിന്ന് കഴിയുമ്പോൾ എന്തൊക്കെ ചിന്ത പോകും. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സ് വേറെ ഓരോ വഴിക്ക് പോകും അല്ലേ. നിങ്ങളോട് ഒരു ദിവസം പറയുക, ഇന്ന് രാവിലെ തൊട്ട് 5 മണിക്കൂറും ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിന്നോന്ന്, എങ്ങനെ ഇരിക്കും? അപ്പത്തേക്കും മതി, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, കുറച്ച് വെള്ളം കുടിക്കണം, അയ്യോ മോള് ട്യൂഷൻ കഴിഞ്ഞ് വരും, ഇതൊക്കെയാവും. അപ്പൊ രൂപമുണ്ടെങ്കിൽ പോലും നമുക്കിവിടെ ഏകാഗ്രതയില്ല. കാരണം മനസ്സിന് രൂപമില്ലാത്തതിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള കഴിവില്ല. ഇത് അനന്തമല്ലേ, ശക്തി എന്ന് പറയുന്നത് അനന്തമല്ലേ. അനന്തതയും ചിന്തിക്കാൻ മനസ്സിന് കഴിവില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. എല്ലായിടവും വായു നിറഞ്ഞിരിക്കുന്നു, എങ്ങനെ ചിന്തിക്കും? എല്ലായിടവും വായു നിറഞ്ഞിരിക്കുന്നു. കൂടിപ്പോയ ഗ്ലോബ് എടുത്ത് ഓർക്കും. സപ്തസമുദ്രങ്ങളില് ആ സമുദ്രമൊക്കെ ഇങ്ങനെ ചിന്തിക്കും, ഗ്ലോബ് ചിന്തിക്കും. ഇവിടെ എല്ലാം വായു നിറഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കും. എന്ത് ചിന്തിച്ചാലും അതിരില്ലേ, അതിന് ബൗണ്ടറി ഇല്ലേ? ഗ്ലോബ് ചിന്തിച്ചാൽ അതിരില്ലേ അല്ലെ. എന്ത് ചിന്തിച്ചാലും അതിരുണ്ട്. അതിരുണ്ടെങ്കിൽ ആകൃതിയുണ്ട്. ആകൃതി ഇല്ലാതെ അനന്തമായതിനെ ചിന്തിക്കാൻ നമുക്ക് കഴിവില്ല. ഷേപ്പ് വേണം, ആകൃതി വേണം. എന്തിനാണ് മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോയി കഴിയുമ്പോൾ പകുതി പോയിട്ട് തിരിച്ചു വരുന്നത്? മഹാദേവൻ എന്ന് പറഞ്ഞാല് ജനനവും മരണവും ഇല്ലാത്തതാണ് അല്ലെ. ബ്രഹ്മം, സദാശിവം. ശിവം എന്ന് പറഞ്ഞാൽ മംഗളമാണ് അർത്ഥം. ഞാൻ ഈ പറഞ്ഞ ബ്രഹ്മമാണ് ശിവം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ മഹാദേവന്റെ സംഖ്യ 1 ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയാലോ ആ ഓ വരെ പോവും അല്ലെ. സോമസൂത്രം ലംഘയേതെന്ന് പറയും. അവിടെ ചെല്ലുമ്പോൾ അത് ഒന്ന് ഗംഗ അവിടെ അത് കൂടിയാണ് ഒഴുകുന്നതെന്ന് പറയും. അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്താണ്, മഹാദേവന്റെ ആ ഭാഗത്തെത്തി. അത് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ നമുക്ക് അനന്തതയെ പ്രദക്ഷിണം വെക്കാൻ പറ്റുമോ? അതിരില്ലാത്തതിനെ പ്രദക്ഷിണം വെക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് അച്ഛനെ പ്രദക്ഷിണം വെക്കണം, അച്ഛൻ ഓടി നടന്നാൽ പോലും പ്രദക്ഷിണം വെക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി നിന്ന് ഒരു ആകൃതി ഉള്ളതിനല്ലേ പ്രദക്ഷിണം വെക്കാൻ പറ്റൂ. അനന്തത ഇങ്ങനെ പ്രദക്ഷിണം വെക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഓ വരെ എത്തുമ്പോൾ നമ്മൾ പറയുകയാണ്, ഭഗവാനെ നിന്റെ അനന്തതയെ എനിക്ക് മനസ്സിലാവുന്നു, നിന്നെ പൂർണ്ണമായിട്ട് എനിക്ക് പ്രദക്ഷിണം വയ്ക്കാൻ ഞാൻ നിസ്സഹായിയാണ്. അതുകൊണ്ട് തിരിച്ചു വന്ന് നമ്മൾ ബാക്കിയുള്ളവരെയൊക്കെ തൊഴുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ
എല്ലാത്തിലും ഈ സങ്കല്പം ഉണ്ട്. അപ്പൊ അനന്തതയെ നമുക്ക് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്, ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മളുടെ മനസ്സിന് കഴിവ് കുറവായതുകൊണ്ട് ഈ ശക്തിക്ക് ഒരു രൂപം കൊടുത്തു. ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? ശക്തിക്ക് ഒരു രൂപം കൊടുത്ത രൂപമാണ് ഏത്? ഒരു മനുഷ്യരൂപം. എന്തിനു മനുഷ്യരൂപം കൊടുത്തത്? ഞാൻ പറഞ്ഞു കല്ലിലുണ്ട്, പാറ്റയിലുണ്ട്, പഴുതാരയിലൊക്കെ ശക്തി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ അതൊക്കെ കൊടുക്കാൻ പാടില്ല. എന്തിനാ മനുഷ്യരൂപം കൊടുത്തത്? മനുഷ്യന് ദൈവത്തെ മനുഷ്യനായി കാണാനാണ് ഇഷ്ടം, പാറ്റയായിട്ടും പഴുതാരയായിട്ടും കാണുന്നതിലുപരി. എന്നാലുണ്ട് മത്സ്യം, കൂർമ്മം, വരാഹം ഒക്കെ ഉണ്ട് അല്ല, എല്ലാത്തിലും ശക്തിയുണ്ട്. പക്ഷെ നമുക്കെന്താണ്? ഉണ്ണിക്കണ്ണനായിട്ടും സുന്ദരിയായിട്ടുള്ള പാർവതി ദേവിയായിട്ടും ഒക്കെ മനുഷ്യരൂപത്തിലാണ് ഈശ്വരനെ കാണാൻ ഇഷ്ടം. അങ്ങനെ മനുഷ്യരൂപത്തിൽ ശക്തിക്ക് രൂപം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ അവര് തീരുമാനിച്ചു, പുരുഷ രൂപം വേണോ സ്ത്രീ രൂപം വേണോ? അപ്പോൾ ആചാര്യന്മാര് തീരുമാനിച്ചു, ശക്തിക്കൊരു രൂപം കൊടുക്കണം, അത് സ്ത്രീ രൂപം ആയിരിക്കണം. എന്തുകൊണ്ടാണ്? സ്ത്രീലിംഗത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. അത് കുതിരയാണെങ്കിലും ശരി, പശു ആണെങ്കിലും ശരി. സീ ഹോഴ്സ് ഉണ്ട്, അറിയാം, എങ്കിൽ പോലും പ്രസവിക്കുന്ന അച്ഛൻ എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? പൊതുവെ സ്ത്രീലിംഗത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. സൃഷ്ടി ഉണ്ടാകുമ്പോഴല്ലേ ഈ ശക്തി പകരപ്പെടുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ശക്തിക്ക് അടിസ്ഥാനം, സൃഷ്ടിക്ക് അടിസ്ഥാനം സ്ത്രീ ആയതുകൊണ്ട് മനുഷ്യരില് ശക്തിക്ക് സ്ത്രീ രൂപം കൊടുത്തു. അതൊരാകസ്മികമായിട്ട് കൊടുത്തതല്ല. ഇതാണ് സതീദേവി. നമ്മൾ ശക്തി സ്വരൂപിണി എന്നൊക്കെ പറയില്ലേ? പേര് തന്നെ അങ്ങനെയാണ് പറയുക, ശക്തി സ്വരൂപിണി. ഈ ശക്തി ഇല്ലെങ്കിൽ മഹാദേവന്റെ അവസ്ഥ എന്താവും? സൗന്ദര്യലഹരി തുടങ്ങുന്നത് അങ്ങനെയാണ്, ശിവശക്തിയായുക്തോ, അല്ലേ? ശക്തി ഇല്ലെങ്കിൽ ശിവന് കണ്ണിന്റെ പോള പോലും ചലിപ്പിക്കാൻ പറ്റുമോ? വിരലിന്റെ അറ്റം അനക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാലേ കാര്യങ്ങൾ ഓടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു രൂപം കൊടുത്തു. അതാണ് സതീദേവി. ആ സതീദേവിക്ക് രൂപം കൊടുത്തു. പിന്നെയുള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? ദക്ഷയാഗം ഒക്കെ നമുക്കറിയാം. ഞാൻ മുഴുവൻ പറയുന്നില്ല. സതീദേവി തന്റെ ശരീരം ഹോമകുണ്ടത്തില് സമർപ്പിച്ചു. ഇതൊക്കെ വളരെ ആഴത്തില് തത്വമുണ്ട്. സമർപ്പിച്ചപ്പോൾ കോപാകുലനായിട്ടുള്ള മഹാദേവൻ ആ ശരീരം എടുത്ത് താണ്ഡവ നൃത്തമാടി. അപ്പോൾ എല്ലായിടത്തും ആ ചൂടും തപവും പരന്നതുകൊണ്ട് ദേവന്മാര് മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. മഹാവിഷ്ണു തന്റെ സുദർശന ചക്രം എടുത്ത് ദേവിയുടെ ശരീരത്തിൽ പ്രയോഗിച്ചു. ദേവിയുടെ ശരീരം 52 കഷ്ണങ്ങളായി 52 സ്ഥലങ്ങളിൽ വീണു. ഇവയാണ്, ആർക്കെങ്കിലും അറിയാമോ? 52 അല്ല, ആർക്കെങ്കിലും അറിയാമോ? അമ്മ ആദ്യം പറഞ്ഞായിരുന്നു തോന്നുന്നു. ആർക്കെങ്കിലും അറിയാവോ? ഇവയാണ് 52 ശക്തിപീഠങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ പേര് തന്നെ അങ്ങനെയാ. ശക്തിപീഠം എന്ന് പറഞ്ഞാൽ എന്താ? ശക്തിയുടെ ഇരിപ്പിടം, ദി അബോർഡ് ഓഫ് എനർജി. അതായത് സതീദേവിയുടെ ശരീരം ഒരു ഊർജമാണെന്ന് വിചാരിക്കുക, പവർ ഹൗസ് ഓഫ് എനർജി. അതല്ലേ നമ്മൾ പറഞ്ഞത്? ശക്തിയാണ്, ശക്തി സ്വരൂപിണിയാണ്. ഇതിൽ നിന്നും കുറേ ഓരോ കഷ്ണം ഓരോടത്ത് പോയി വീണാൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ എല്ലാം പവർ ഹൗസ് ആയിട്ട് മാറി, അല്ലേ? ഇപ്പൊ വൈദ്യുതി അല്ലെങ്കിൽ തിരി എടുത്ത് പലയിടത്ത് കത്തിച്ചാൽ അവിടെ എല്ലാം ഊർജം വരും, അല്ലേ? പക്ഷെ എല്ലായിടത്തും ഊർജം ഒരുപോലെയാണോ? വീട്ടിൽ എല്ലായിടത്തും ഊർജം ഒരുപോലെയാണോ? മിക്സിക്ക് വേണ്ട അത്ര ഇലക്ട്രിസിറ്റി മൊബൈൽ ചാർജ് ചെയ്യാൻ വേണോ? വി ക്യാൻ കൺട്രോൾ, നിയന്ത്രിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഭൂമിയിൽ എല്ലായിടത്തും ഒരേ ഊർജമല്ല. അതിൽ തന്നെ നല്ല ഊർജവും ചീത്ത ഊർജവും ഉണ്ട്. മല ഇടുന്നിടത്ത് ചെല്ലുമ്പോൾ നമുക്ക് നല്ല ഊർജം ഉള്ളതായിട്ടാ തോന്നുക? അല്ല, അല്ലേ? നല്ല ഊർജവും ഉണ്ട്, നമ്മൾ പോകാൻ പാടില്ലാത്ത നെഗറ്റീവ് ഊർജവും ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാല്, ഈ 52 സ്ഥലങ്ങൾ ഭാരതത്തിന്റെ ശക്തിപീഠങ്ങളായിട്ട് മാറി. ആധ്യാത്മിക സ്പിരിച്വൽ എനർജി പോയിന്റ്സ്, ഊർജ കേന്ദ്രങ്ങൾ. ഏറ്റവും കൂടുതൽ ഊർജമുള്ള ഭാരതത്തെ നിലനിർത്തുന്ന കേന്ദ്രങ്ങളാണ് ഇവ. പിന്നെ 12 ജ്യോതിർലിംഗങ്ങൾ. പേരുകൊണ്ട് തന്നെ അറിയാം, ജ്യോതിർലിംഗങ്ങളാണ്. ഭഗവാൻ മഹാദേവന്റെ ചൈതന്യം ഏറ്റവും കൂടുതൽ, ഭഗവാൻ ജ്യോതിസിന്റെ രൂപത്തില്, പ്രകാശത്തിന്റെ രൂപത്തില്, അഗ്നിയുടെ രൂപത്തില്. ഈ എല്ലാത്തിനും ഒരേ ഫലമാണോ? അല്ലേ? ഇപ്പൊ ഇവിടെ ചൂടുണ്ട് അന്തരീക്ഷത്തിൽ, അത് ഊർജാണ്. ഇതേ ഊർജമാണോ അഗ്നിക്കുള്ളത്? അവിടെ കൂടുതലായിരിക്കും, അല്ലേ?
അപ്പൊ തേജസ് അഗ്നിയുടെ എല്ലാം രൂപത്തിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളാണ് 12 ജ്യോതിർലിംഗങ്ങൾ. ആ 12 ജ്യോതിർലിംഗങ്ങൾ ഏതൊക്കെയാണ്? സൗരാഷ്ട്രേ സോമനാഥം ച, ഗുജറാത്തിലെ സോമനാഥം, ശ്രീശൈലെ മല്ലികാർജുനം, ആന്ധ്രയിലുള്ള മല്ലികാർജുനം ശ്രീശൈലത്തിലെ, ഉജ്ജയിനിയ മഹാകാലം, മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ ഓംകാരം അമലേശ്വരം. അടുത്തത് മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ മഹാകാളേശ്വർ ഓംകാരം അമലേശ്വരം, അതും മധ്യപ്രദേശിലെ ഓംകാരേശ്വരത്തിലുള്ള അമലേശ്വരം. പർലി വൈദ്യനാഥം ച, മഹാരാഷ്ട്രയിലെ പർലി വൈദ്യനാഥ്. ഡാകിന്യാം ഭീമശങ്കരം, മഹാരാഷ്ട്രയിലെ ഭീമാശങ്കർ. ഇതൊക്കെ വളരെ പ്രശസ്തമാണ്. സേതുബന്ധേതു രാമേശം, എല്ലാവർക്കും അറിയാം രാമേശ്വരം, നമ്മുടെ ഇങ്ങോട്ടുള്ള ആകെ ഒരെണ്ണാണ്. നാഗേശം ദാരുകാവനെ, അത് രണ്ടെണ്ണായിട്ട് പറയുന്നുണ്ട്. ദ്വാരകയിലുള്ള നാഗേശം എന്ന് പറയുന്നുണ്ട്, മഹാരാഷ്ട്രയിലുള്ള ഒരു നാഗേശം ജ്യോതിർലിംഗം എന്ന് പറയുന്നുണ്ട്. ദാരുകാവനെ വാരണസ്യാന്തു വിശ്വേശം, കാശി. ത്രംബകം ഗൗതമീതടേ, ത്രംബകേശ്വർ മഹാരാഷ്ട്രയിലുള്ള. ഗൗതമീതടേ ഹിമാലയേതു കേദാരം, ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും ഉയരമുള്ളത് കേദാറാണ്. കൃഷ്ണേശം ശിവാലയ, മഹാരാഷ്ട്രയിലുള്ള കൃഷ്ണേശ്വർ ജ്യോതിർലിംഗം. ഇതാണ് 12 ജ്യോതിർലിംഗങ്ങൾ. ഇത്രയുമാണ് ഭാരതത്തിന്റെ ആധ്യാത്മിക ഊർജ കേന്ദ്രങ്ങൾ, സ്പിരിച്വൽ എനർജി പോയിന്റ്സ്. ഇത് നമ്മളെക്കാളും നന്നായിട്ട് മനസ്സിലാക്കിയത് മുഗളന്മാരും അക്രമകാരികളുമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവര് ഇവയെ തന്നെ ഉന്നം വെച്ച് നശിപ്പിച്ചു. പക്ഷെ അപ്പോഴും നമ്മൾ പറഞ്ഞു സ്വത്തിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ ആക്രമിച്ചത് എന്ന്. സ്വത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അന്ന് രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളുടെ ഈ ഊർജത്തിനെ ഇല്ലാതാക്കാൻ, ഭാരതത്തിന്റെ നിലനിൽപ്പില്ലാതാക്കാനാണ് ചെയ്തത്. ഇനി അത് എങ്ങനെയാ ചെയ്തിരിക്കുക? വിഗ്രഹത്തിന്റെ ക്ഷേത്രം നോക്കിയാൽ മതിൽ മുഴുവനായിട്ട് കളഞ്ഞിട്ടില്ല. ക്ഷേത്ര വിഗ്രഹത്തിന് നമ്മളൊന്നും അധികം അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ തീവ്രത കുറവ്. മനസ്സിലായില്ലേ? ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയാം അവിടെ ഉള്ളവന്മാരൊക്കെ മണ്ടന്മാരാണ്, അവർക്ക് മതേതരത്വമൊന്നുമില്ല. നമ്മളിവിടെ സുഖമായിട്ട് ഒരു അമ്പലം പൊട്ടിയത് നമ്മളിവിടെ കണ്ടിട്ടുണ്ടോ? പുരിയിലൊന്ന് പോയാൽ മതി, ചൗസറ്റ് യോഗിനി ടെമ്പിൾ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട്. അത്രയും യോഗിനിമാരുടെ മുഖം ആക്രമിച്ച് വികൃതാക്കിയിരിക്കുകയാണ്. നോർത്തിലേക്ക് പോകണം, കാശിയിൽ പോയാൽ ചങ്ക് പടയ്ക്കും. ആ നന്ദികേശ്വരൻ ഇരിക്കുന്നത് പള്ളിയുടെ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ്. അവിടെയായിരുന്നു ശിവലിംഗം ഉണ്ടായിരുന്നത്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇവിടെ ഇരുന്ന് വീരവാദം പറയാം, അവന്മാര് മണ്ടന്മാരാണെന്ന്. മനസ്സിലായില്ലേ? ഇതുപോലെ പോലും പിടിച്ചു നിന്നില്ലെങ്കിൽ കാശ്മീരിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ പോകേണ്ടി വരും അവർക്കറിയാം. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഈ അവസ്ഥ വരില്ല എന്നൊന്നും പറയാൻ പാടില്ല. ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നത് കൊണ്ട് എന്നും ഇത് നിലനിൽക്കുന്നും വിചാരിക്കരുത്. അങ്ങനെയുള്ള ഒരു മണ്ടന്മാരാണ്. മണ്ടന്മാരെങ്ങനെയാണ്? സ്വയം അനുഭവം അടി കിട്ടിയിട്ടേ പഠിക്കൂ. ബുദ്ധിമാന്മാരോ മറ്റുള്ളവർക്ക് കിട്ടുന്ന കാണുമ്പോൾ ഇത് നാളെ എനിക്കും കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് മുൻപേ അതിനനുസരിച്ച് പോകും. അല്ലാതെ നമ്മൾ ആരും മണ്ടന്മാരായതുകൊണ്ടല്ല, നമുക്കിത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ക്ഷേത്രങ്ങളൊക്കെ എന്തിനാ പകുതി തകർത്തിരിക്കുന്നു? ഒരു വിഗ്രഹവും പൂർണ്ണമായിട്ട് തകർത്തിട്ടില്ല, ഒരു മതിലും പൂർണ്ണമായിട്ട് തകർത്തിട്ടില്ല. എന്തുകൊണ്ടാ? മതില് പൂർണ്ണമായിട്ട് തകർത്തു, ക്ഷേത്രം മുഴുവൻ തകർത്തു. വരുന്ന തലമുറ എങ്ങനെ അറിയും നിങ്ങളുടെ സംസ്കാരത്തെ ഞങ്ങൾ ഇല്ലാതാക്കിയതാണ്, നിങ്ങളുടെ ഈശ്വരനെ ഞങ്ങൾ നശിപ്പിച്ചതാണെന്ന്? എല്ലാ കാലത്തേക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ സംസ്കാരത്തെ ഞങ്ങൾ ഇല്ലാതെയാക്കി, അതിനുള്ള കരുത്തുണ്ട്. 2, ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിൽ മാധവജി പറയും, ക്ഷേത്രം എന്നാൽ എന്താണ്? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരമാണ്. ഈ വിഗ്രഹം എന്ന് പറയുന്നത് പവർ ഹൗസ് ഓഫ് എനർജിയാണ്. അതെങ്ങനെയാണ്? അപ്പൊ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയെ പറ്റി പറയണം. എന്തിനാണ്, എങ്ങനെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുന്നത്? അപ്പൊ ക്ഷേത്രത്തില് ശില്പം കൊണ്ടുവന്നാൽ അതിനെ ശില്പം എന്നാണ് പറയുക, വിഗ്രഹമല്ല. അല്ലെ? കുറേ ദിവസത്തെ ചടങ്ങുകൾ നടത്തി തന്ത്രി പ്രാണപ്രതിഷ്ഠ ചെയ്യാണ് വിഗ്രഹത്തിൽ ചെയ്യുന്നത്. അതെന്താ ചെയ്യുക? പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് മാത്രം പറയാം, ധാരാളം വേദിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ ശില്പം അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, വിഗ്രഹ പ്രതിഷ്ഠ സമയത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ചടങ്ങ് കലശ പൂജയാണ്, അല്ല? ഏറ്റവും പ്രധാനം. 12 വർഷം കൂടുമ്പോഴും ഏറ്റവും കൂടുതൽ നടക്കുന്ന എന്താ? കുംഭാഭിഷേകമൊക്കെയാണ്. ഈ കലശം എന്തിനാണെന്ന് വെച്ചാൽ, തന്ത്രി തൻ്റെ മുന്നിൽ ഒരു കുടം വെച്ചിട്ട് അതിൽ ജലം കാണും, ധാരാളം മന്ത്രങ്ങൾ ചൊല്ലും, അല്ലെ? ഇവിടെയുള്ള പ്രത്യേകത, ജലത്തിന്റെ പ്രത്യേകത സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. വാട്ടർ ഈസ് എ വെരി ഗുഡ് കണ്ടക്ടർ, അല്ലെ? ഏറ്റവും നന്നായിട്ട് ഊർജത്തിനെ വലിച്ചെടുക്കുന്നതും കടത്തിവിടുന്നതും വെള്ളമാണ്. വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, ശരിയല്ലേ? വെള്ളത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യും.
മുങ്ങൽ വിദഗ്ധര് അടിയിൽ കൂടെ പോകുമ്പോൾ തലയിൽ ലൈറ്റ് വെച്ചിട്ടാണ് പോകുന്നത്. ലൈറ്റ് പാസ് ചെയ്യില്ലെങ്കിൽ പിന്നെ വെക്കേണ്ട ആവശ്യമില്ലോ. വെള്ളത്തിലൂടെ ശബ്ദം പാസ് ചെയ്യും. ഏത് എനർജി എവിടെ പോയാലും വെള്ളം വലിച്ചെടുക്കും, റിലീസ് ചെയ്യുകയും ചെയ്യും. തന്ത്രി അവിടെ ഇരുന്ന് മന്ത്രം ജപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഊർജം ശബ്ദ ഊർജമായിട്ട് പുറത്തു വരും. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഊർജം എങ്ങനെയുള്ളതാണ്? ഒരു സാധകന്റെ ഊർജമാണ്, അല്ലെ? മന്ത്രങ്ങളിലൂടെയും മുദ്രകളിലൂടെയും പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുവിലും ശക്തിയുണ്ട്. അദ്ദേഹം അതിനെ ആവാഹിക്കുന്നുണ്ട്. തൻ്റെ ശരീരത്തിലെ ഇത്രയും കാലം തപസ് ചെയ്തതും സാധനാ ബലവുമായിട്ടുള്ള ആ ശക്തി, അതുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. പ്രാണപ്രതിഷ്ഠ എന്നല്ലേ പറയുന്നേ? തൻ്റെ പ്രാണനെ. അപ്പൊ എന്താണ്? ശബ്ദം മന്ത്രം ചൊല്ലുമ്പോൾ എന്താണ്? തന്ത്രിയുടെ ശരീരത്തിലെ ഊർജമാണ് മന്ത്രമായിട്ട് പുറത്തു വരുന്നത്. ഈ ഊർജം പുറത്തു വരുമ്പം മുന്നിലിരിക്കുന്ന ജലം അതിനെ വലിച്ചെടുക്കും. അപ്പൊ അതിൽ എനർജി ഉണ്ട്. ഈ ഊർജം ഈ കലശം എടുത്ത് ശില്പത്തിലേക്ക് അഭിഷേകം ചെയ്യുമ്പോൾ ആ ഊർജം ശില്പം വലിച്ചെടുക്കും. ആ സമയമാണ് ഇതിന് പ്രാണപ്രതിഷ്ഠ നടത്തി ഇത് വിഗ്രഹമായിട്ട് മാറി. വിശേഷാൽ ഗ്രാഹയതി ഇതി വിഗ്രഹം. പിന്നീട് എന്ത് ചെയ്യും? വീണ്ടും ധാരാളം മന്ത്രങ്ങൾ മേൽശാന്തിമാരൊക്കെ ചൊല്ലി ചൊല്ലി ഇതിന് ചൈതന്യം വർദ്ധിപ്പിക്കും. അപ്പൊ ചോദിക്കും എല്ലാവരും, എന്നാ പിന്നെ തന്ത്രിയെ പ്രാർത്ഥിച്ചാ പോരെ? വിഗ്രഹം ഇരിക്കുന്ന പോലെ പരിശുദ്ധമായിട്ടാണോ തന്ത്രി ഇരിക്കുക? പിന്നെ തന്ത്രിക്ക് പുറത്തു വരണ്ടേ, വീട്ടിൽ പോകണ്ടേ, അല്ലെ? പല കാര്യങ്ങളിൽ ഇടപഴകണ്ടേ? ഇപ്പൊ ഏറ്റുമാനൂർ നിന്നാണ് ഞാൻ വരുന്നത്. തന്ത്രി പുറപ്പെടാൻ ശാന്തിയാണ്. കാരണം എന്താണ്? ഭഗവാന് ചൈതന്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന മന്ത്രങ്ങളിലൂടെയും പൂജകളിലൂടെയും തന്ത്രിയാണ്. തന്ത്രി ശരീരത്തിലെ ഊർജം നിലനിർത്തണം. കുടുംബമായിട്ട് പോലും ജീവിക്കാൻ പാടില്ല, ശാരീരികമായിട്ടുള്ള ബന്ധം പോലും പാടില്ല. തൻ്റെ ഉള്ളിലെ ആധ്യാത്മിക ഊർജത്തിനെ നിലനിർത്തണം. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് എത്രമാത്രം പവർഫുൾ ആണോ അതിനനുസരിച്ച് തന്ത്രിക്കും മേശാന്തിക്കുള്ള ചിട്ടകൾ കൂടും. ഏറ്റുമാനൂരൊക്കെ പുറപ്പെടാൻ ശാന്തിയാണ്. 3 വർഷം ഒരിടത്തേക്കും പോകാൻ പാടില്ല. മേശാന്തി മഠം, ക്ഷേത്രം മേശാന്തി മഠം, ഇത് മാത്രമേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഗ്രഹത്തില് ശക്തി കൂട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ഈയിടെ ഞാൻ പൊതുവെ ഇങ്ങനെ വളരെ ആരെയും വേദനിപ്പിക്കുന്നതോ വിഷമിക്കുന്നതോ വിവാദപരമായിട്ടുള്ളതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുവെ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ല. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം എനിക്കൊരു ഓഡിയോ വന്നു. അതിനുശേഷം എന്നോട് ഒരു ആചാര്യൻ ചോദിച്ചു, ടീച്ചറിന്റെ അഭിപ്രായം എന്താണ് ഇതിൽ നിന്ന് ചോദിച്ചു. അപ്പൊ അതില് ഓഡിയോ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ശബരിമല പ്രശ്നവും തന്ത്രിയുടെ പ്രശ്നവും ഒക്കെ വന്നപ്പോൾ തന്ത്രി ഭഗവാന്റെ പിതാവല്ല, അച്ഛനല്ല. അതുകൊണ്ട് അതെങ്ങനെയാണ് തന്ത്രി പിതാവാകുന്നത്? ഇപ്പൊ ഗുരുവായൂരെ തന്ത്രി ഉണ്ടെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ അച്ഛൻ വസുദേവരല്ലേ? അപ്പൊ ഇങ്ങനെയാണ് തന്ത്രി അച്ഛനാകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ എന്നോട് അഭിപ്രായം ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ പൂർണ്ണമായിട്ട് ഇതിനോട് വിയോജിക്കുന്നു. കാരണം സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ശില പോലും ഇളക്കുന്ന ഒരു തത്വമാണ് അത്. ഇവിടെ ആരെയാണ് ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത്? ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് കൃഷ്ണനെയാണ്. കൃഷ്ണന്റെ അച്ഛൻ വസുദേവരെ മാത്രമേ അച്ഛൻ എന്ന് വിളിക്കാൻ പാടുള്ളൂ. കൃഷ്ണൻ ആരെ അച്ഛനും അമ്മേനെ ഏറ്റവും കൂടുതൽ വിളിച്ചത്? ബയോളജിക്കൽ മദറിനെയും ഫാദറിനെയും ആണോ? യശോദാമ്മയെ അതിൽ എത്ര ആശ വിളിച്ചിരിക്കുക അമ്മ അമ്മ എന്ന്? അപ്പോൾ പ്രസവിച്ചവരെ, അങ്ങനെയുള്ളവരെ മാത്രമാണോ അച്ഛനമ്മ എന്ന് പറയുന്നത്? ഭാരത സംസ്കാരം അനുസരിച്ച് പ്രസവിച്ചവളെ പറയുന്ന പേര് സ്ത്രീ എന്നാണ്. മാത എന്ന പദവിയിലേക്ക് വരണമെങ്കിൽ ചില ഗുണഗണങ്ങൾ വേണം. മാതി ഇത് മാത, മാതി ഇതി മാത. അളന്നു തൂക്കി പരിപാലിക്കുന്നവൾ. പ്രസവിച്ചാൽ പോരാ, തൻ്റെ കുഞ്ഞിന് ഓരോ സമയവും വേണ്ടത് എന്തൊക്കെയാണോ അത് നോക്കി കൊടുക്കാതെ വേണ്ടാത്തത് കൊടുക്കാതെ പരിപാലിച്ചാൽ മാത്രമേ മാത എന്നുള്ള പദവിക്ക് അർഹത വരികയുള്ളൂ. ഭാരതത്തിനെ നമ്മൾ മാത എന്നാണ് പറയുന്നത്. പഞ്ചമാതാക്കൾ ഉണ്ടെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. ഈ ഗുണഗണങ്ങളുള്ളത്. ഒന്നാമത്തേതാണ് ദേഹമാത, കുഞ്ഞിന് ജന്മം കൊടുത്ത നമ്മളുടെ ശരീരം. രണ്ടാമത്തെ സ്ഥാനം ഗോമാതാവിനാണ്. കാരണം എന്താ? അമ്മ പാല് തന്നു കഴിഞ്ഞാൽ പിന്നെ പാല് തരുന്നത് മുഴുവൻ ഈ ഗോമാതാവാണ്. പിന്നെയുള്ളത് ഭൂമാത. 2 ദേശമാത, നമ്മളുടെ ദേശം. 5 വേദമാത. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ സംസ്കാരം അനുസരിച്ച് അച്ഛൻ അമ്മ എന്ന് പറയുന്നത് ആ രാജ്യത്തിനെ അമ്മയായിട്ട് കാണുന്നുണ്ട്.
നമ്മളുടെ മുതിർന്നവരെ നമ്മൾ അച്ഛനമ്മയായിട്ട് കാണുന്നുണ്ട്, സ്വന്തം അമ്മ ഉണ്ട് വേറെ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ തന്ത്രിയെ എന്തുകൊണ്ട് ഭഗവാന്റെ അച്ഛനായിട്ട് പറയുന്നു? തന്റെ പ്രാണനാണ് അദ്ദേഹം അതിലേക്ക് ആവാഹിച്ചിരിക്കുന്നത്, അല്ലെ? അത് മാറ്റാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ആ ഒരു പദവി ഇല്ലാതെയാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പൊ അതുകൊണ്ട് ഓരോ വ്യക്തിക്ക് ചിലപ്പോൾ വ്യത്യാസം വരും, പക്ഷെ തന്ത്രി എന്നുള്ള പദവിക്കും സ്ഥാനത്തിനും പ്രാധാന്യമുണ്ട്. നമ്മളത് കൊടുക്കണം. ഇതെല്ലാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആര് പറയുന്ന കേൾക്കും? ആരെ അനുസരിക്കും? നമ്മളാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ ആചാര്യന്മാരെ നിന്ദിക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് ഇത് കാണാൻ സാധിക്കും. ഒരു സന്യാസി വേഷത്തിൽ വന്നാൽ, പരിചയമില്ലാത്ത ഒരു ഗ്രാമത്തിലേക്ക് വന്നാൽ പട്ടിണിയാണ്. നേരെ മറിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഓരോ ക്ഷേത്രത്തിനോടും ചേർന്ന് ഒരു സത്രം കാണും. വരുന്നവർക്ക് ഒരു ദിവസം അവിടെ താമസിക്കാം, സ്വന്തമായിട്ട് പാചകം ചെയ്യാം. നമ്മളാണേ സന്യാസിമാരെക്കാരും എല്ലാം ബുദ്ധിയുള്ളവരാ. അതുകൊണ്ടാണ് നമ്മുടെ അവസ്ഥയും പലപ്പോഴും ഇതാവുന്നത്. മുതിർന്നവരെ, അറിവുള്ളവരെ, ഋഷീശ്വരന്മാരെ, തന്ത്രിയെ, മേൽശാന്തിയെ, ഏത് മേഖലയിലും നല്ലവരും ചീത്തയുണ്ട്. എവിടെയാ ഇല്ലാത്തത്? ശരിയല്ലേ? പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഡിസ്ക്രിപ്ഷൻ പവർ നമുക്ക് വേണം. അതുകൊണ്ടാണ് അറിവുണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്ത്രിമാരെ മുഴുവൻ ആക്ഷേപിക്കുകയാണോ ചെയ്യുക? ഇത് കാണുമ്പോൾ മറ്റുള്ള വർഗത്തിലുള്ളവര് അവരിന്ന് ചിരിക്കുകയാണ്. അവരുടെ അച്ഛൻ പറഞ്ഞാല്, പുരോഹിതൻ പറഞ്ഞാൽ അവർക്ക് അപ്പുറം ഇല്ല. ഇത് അവര് പറയുന്നതിന് മുമ്പേ നമ്മളാണ് നമ്മളുടെ തന്ത്രിയെ ചീത്ത പറയാനായിട്ട് ഇവിടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ പിന്നെ നമ്മളുടെ രക്ഷ എന്താണ്? നമ്മളുടെ ഗതി എന്താണ്? സന്യാസിമാര് ചിദാനന്ദപുര സ്വാമിജി പറഞ്ഞു, ഷർട്ട് ഇട്ടുകൊണ്ട് പ്രവേശിച്ചു കൊള്ളട്ടെ. ഓട്ടനെ എല്ലാരും കൂടെ ചിദാനന്ദപുര സ്വാമിജിയെ ചീത്ത പറയാൻ തുടങ്ങി. നമ്മളുടെ സ്മൃതിയാണ്. സ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട്, ആചാരങ്ങൾ കാലാനുസൃതമായിട്ട് മാറ്റാനുള്ളവയാണ്. അതെന്ത് വേണം? ആചാര്യന്മാരെ, ഇതില് അറിവുള്ളവരെ ആലോചിച്ച് തീരുമാനിച്ച് മാറ്റാം. പക്ഷെ നിയമസഭ കൂടി മാറ്റാൻ പറ്റുമോ? ഈശ്വര വിശ്വാസം ഇല്ലാത്തവര് കൂടി ചേർന്നാണോ മാറ്റേണ്ടത്? അല്ലേ? അപ്പോ ക്ഷേത്രത്തില് ഷർട്ട് ഇടാം, കുഴപ്പമില്ല. കാരണം എന്താ? അപ്പൊ ചിലര് പറയും ചൈതന്യം ഇവിടെ ആയിരിക്കുന്നത്. അപ്പൊ സ്ത്രീകൾക്കോ? നമുക്ക് ചൈതന്യം ഇല്ലേ? അപ്പൊ നമുക്ക് ക്ഷേത്രത്തില് ഷർട്ട് ഇട്ട് പ്രവേശിക്കാമെങ്കിൽ ഈ ഷർട്ട്, സ്വാമിജി പറയുന്നതാണ്, ഷർട്ട് ഇടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആൺകുട്ടികൾ വരില്ല ഇങ്ങോട്ട്. അവരെ മാറ്റി നിർത്തി. എല്ലാരും ഇങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താവും? പല കാരണങ്ങൾ കൊണ്ട് ധാരാളം ആളുകൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ല. അപ്പൊ ഇവിടെ ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വിഗ്രഹം എന്ന് പറയുന്നത് ഒരു പവർ ഹൗസ് ഓഫ് എനർജിയാണ്, ഊർജത്തിന്റെ കൂടാരാണ്. അപ്പൊ അതുകൊണ്ടാണ് പണ്ട് കാലത്തുള്ളവര് ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. മധുര ക്ഷേത്രം നോക്കിയാൽ എല്ലാ തെരുവുകളും വന്ന് അവസാനിക്കുന്നത് മധുര പട്ടണത്തിലാണ്. കണ്ടാ അറിയാം. കാരണം ഈ പവർ ഹൗസ് ആണെങ്കിൽ ഈ ഊർജം എല്ലായിടത്തും വ്യാപിക്കും. അപ്പൊ അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വന്നാൽ കൊടുകൂടെ എഴുന്നേറ്റ് പോകരുത്, ഇവിടെ ഇരിക്കണം എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്നാൽ ഈ ഊർജം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും. എങ്ങനെയാ പ്രവേശിക്കുക? അഗ്നിപർവ്വതത്തിന്റെ അടുക്കൽ പോയാൽ അഗ്നിപർവ്വതത്തിനോട് പറയണോ ചൂട് എൻ്റെ അടുക്കലേക്ക് വരാൻ? തന്നെ കിട്ടിക്കോളും, അല്ലേ? ആ എനർജി ഫീൽഡിനുള്ളിൽ ഇരുന്നാൽ മതി. ഇനി എത്രമാത്രം എനർജി കിട്ടും? താങ്ങാൻ എത്ര കപ്പാസിറ്റി ഉണ്ടോ? ചിലർക്ക് തണുപ്പ് നന്നായിട്ട് താങ്ങാം, ചിലർക്ക് ചൂട് താങ്ങാം. ഇതൊക്കെ എനർജി അല്ലേ? അപ്പൊ നമ്മളോട് പറയും വൃത്തിയായിട്ട് വരിക. കുളിച്ചിട്ട് വന്നാൽ ശരീരത്തിലെ എല്ലാ നെഗറ്റീവ് എനർജിയും ജലം വലിച്ചെടുക്കും. ഊർജത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? കുളിച്ചിട്ട് എല്ലാത്തിലും ജലത്തിനാണ് നമ്മളുടെ പ്രാധാന്യം. കുളിച്ചിട്ട് വരുമ്പോൾ ശരീരത്തിലെ നെഗറ്റീവ് എനർജി എല്ലാം പോയി മുന്നിൽ നിൽക്കുമ്പോൾ ആ പോസിറ്റീവ് എനർജിയെ സ്വീകരിക്കാം. നേരെ നടുവിൽ പോയി നിൽക്കരുത്. വർത്തുളാകാര രീതിയിൽ വേവ്സ് ലൈക്ക് മോഷനിലാണ് സഞ്ചരിക്കുക. കയ്യും കാലും മുഖവും കഴുകാൻ പറയുന്നുണ്ട്, അല്ലേ? അപ്പൊ അതുപോലെ തന്നെ നമുക്ക് തീർത്ഥം തളിക്കുന്നുണ്ട്, അല്ലേ? ആ ചൈതന്യം നമ്മളിലേക്ക്, ഭഗവാന്റെ ചൈതന്യം നമ്മളിലേക്ക് എത്തുകയാണ്. നമ്മൾ പൂവ് കൊണ്ടുവച്ചാൽ മേശാന്തി എന്ത് ചെയ്യും? വെള്ളം വെച്ചൊന്ന് തളിച്ചിട്ടെടുക്കും. നമ്മൾ എവിടെ നിന്നൊക്കെ പറിച്ചുകൊണ്ട് വരുന്നതാണ്. മൂക്കിൽ തോണ്ടുന്നുണ്ടോ, അല്ലെ? ഒന്നും അറിയില്ല. അപ്പൊ ജലം തളിക്കുമ്പോൾ ജലം അതിനകത്തുള്ള എന്ത് മോശമായിട്ടുള്ള എനർജിയും വലിച്ചെടുത്തോളും. ഭഗവാനെ നമ്മൾ ആ പൂവ് നമ്മൾ സമർപ്പിക്കും. അപ്പൊ അതുകൊണ്ട് പെല വരുമ്പോൾ പോലും, പുലാവാലായ്മ വരുമ്പോൾ പോലും പനിനീരും കരിക്കും വെള്ളവും അല്ല, ജലത്തിലാണ് നമുക്ക് പുണ്യാഹം തരിക. അപ്പൊ നമ്മളുടെ ആചാര്യന്മാർ അപ്രസക്തമായിട്ടുള്ള ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ക്ഷേത്രത്തിൽ വന്നാൽ ഓട്ടോമാറ്റിക്കലി വള്ളിയൂർ തിരുമേനി പറയും, അറിഞ്ഞുകൊണ്ട് സ്വിച്ച് ബോർഡിൽ കൈയിട്ടാലും അറിയാതെ സ്വിച്ച് ബോർഡിൽ കൈയിട്ടാലും ഷോക്കടിക്കും. സ്വിച്ച് ബോർഡ് അതിന്റെ സ്വഭാവം കാണിക്കും. അറിഞ്ഞുകൊണ്ട് തീയിൽ കൈയിട്ടാലും അറിയാതെ തീയിൽ കൈയിട്ടാലും പൊള്ളും. അതുപോലെ ക്ഷേത്രഭൂമിയിൽ വന്നാലും
ആ വന്നിരുന്നാൽ പ്രാർത്ഥിക്കോ ഇരിക്കോ ഒന്നും ചെയ്തില്ല, നമ്മളിവിടെ നിന്നാലും ഈ ഊർജം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും. എന്നാൽ ചില കുട്ടികൾ ചോദിക്കും, അമ്മയല്ലേ പറഞ്ഞ എല്ലായിടവും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന്, പിന്നെ എന്തിനാ ക്ഷേത്രത്തിൽ പോകുന്നത് ചോദിക്കും. നമ്മൾ പറഞ്ഞല്ലോ എല്ലാത്തിലും ഉണ്ടെന്ന്. മാർക്കറ്റിൽ പോകുമ്പോൾ അമ്പലത്തിൽ ഇരിക്കുന്ന ഫീല് കിട്ടുന്നുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ആൾക്ക് ക്ഷേത്രത്തിന്റെ ആവശ്യവും ഇല്ല. ജോലി സ്ഥലത്ത്, മാർക്കറ്റിലും, അടുക്കളയിൽ ഇരിക്കുമ്പോഴും എല്ലാം ആ ക്ഷേത്രത്തിലിരിക്കുന്ന മനോഭാവം നമുക്ക് വരുന്നുണ്ടെങ്കിൽ വേണ്ട. അങ്ങനെയുള്ളവർക്കുള്ളതല്ല ക്ഷേത്രം, അല്ലേ? നേരെ മറിച്ച് ആ ഊർജം അതുകൊണ്ടാണ് രാവിലെ ജോലിക്കൊക്കെ പോകുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ ഈ ഊർജം സ്വീകരിച്ചിട്ട് പോകാനായിട്ട് പറയുക. അതുകൊണ്ട് തന്നെ ക്ഷേത്രം എന്നുള്ള സങ്കല്പം സനാതന സംസ്കാരത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്.